ഇന്ന് നമുക്ക് മുട്ടയൊന്നും ചേർക്കാതെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അൽബേക്കത്തെ ആ ഒരു സ്റ്റൈലിലുള്ള മയോണൈസ് ആയിട്ടാണ് കേട്ടോ കിട്ടുക. സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ, കാരണം കോൺഫ്ലവർ ആണ് പെട്ടെന്ന് തന്നെ അടിയിൽ പറ്റി പിടിക്കും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവുക. മൈദ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും കോൺഫ്ലവർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കട്ടയായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഒരു 3-4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് നാരങ്ങ നീരും പിന്നെ പാകത്തിനുള്ള ഉപ്പ്. നാരങ്ങനീരിന് പകരം നമുക്ക് വിനാഗിരി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/3 കപ്പ് തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം. 1/3 കപ്പ് എന്ന് പറയുന്ന അളവ് ഒരു 5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡിയായി. ഇനിയിപ്പോൾ ചിക്കൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും സ്നാക്കിൻ്റെ കൂടെയാണെങ്കിലൊക്കെ നല്ല നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മയോണൈസിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള മയോണൈസ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് അൽബേക്ക് സ്റ്റൈലിലുള്ള ഒരു മയോണൈസ് ഒക്കെ കിട്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത്. പിന്നെ അത് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 1/3 കപ്പ് ഓയിൽ എന്നുള്ളത് 1/2 കപ്പ് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും കേട്ടോ. അൽബേക്കെന്നൊക്കെ കിട്ടുന്ന ആ ഒരു മയോണൈസിൻ്റെ ആ തിക്നെസ്സിൽ തന്നെ കിട്ടും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് വെക്കുന്നത്. 1 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.